സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രൽ അങ്കണത്തിൽ MCYM തിരുവല്ല അതിഭദ്രാസനത്തിന്റെ പ്രസിഡന്റ് ശ്രീ സിറിയക്ക് ഹാരമണിയിച്ച് സ്വീകരിക്കുകയാണ്. സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിന് വേണ്ടി വികാരി മാത്യു പുനക്കുളത്തച്ഛനും അസിസ്റ്റന്റ് വികാരി സാജൻ പീഡികരച്ചനും ചേർന്ന വള്ളിക്കുരിശിന് ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. മലങ്കര പുനരേഖ്യ പ്രസ്ഥാനത്തിന്റെ തിരുവല്ല അതിഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയശ്രേഷ്ഠൻ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധനായ പുണ്യപിതാവ് യാക്കോബ് മാർ തിയോഫിലോസ് പിതാവിന്റെ 69ാമത് ഓർമ്മ തിരുനാളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ തീർത്ഥാടക സംഘം കബറിടത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ്. എല്ലാ തീർത്ഥാടകരും കബറികളെ പ്രാർത്ഥനയ്ക്കും ജോബിയെ ആ വണ്ടി വിടാൻ പറയടാ. ആള് വരുന്നതിന് മുമ്പ് ഇവിടെ വരാൻ വേണ്ടിയാ പുള്ളി അവിടെ നിന്ന് പറഞ്ഞോണ്ട്. റിവേഴ്സ് പോരാൻ പറ. പറയാൻ പറടാ, ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നിർത്തിയേക്കാച്ചാ അച്ഛാ, ഈ സൈഡിലങ്ങ് നിർത്താം. അപ്പൊ സൗണ്ട് വീഡിയോകളും ബാക്കി ആൾക്കാർ എടാ വണ്ടി അതിലെ കയറ്റി വിട്ടടാ, വണ്ടി ഇങ്ങോട്ട് കയറ്റി വിട്ടടാ. ഇവിടെ കയറി വരാൻ പറ. താഴെ കൂടെ പോന്നാ മതി. നടക്കണ്ട. ആ പുണ്യദാനന്റെ പാവനമായ കബറിടത്തെ ലക്ഷ്യമാക്കിയുള്ള മതിയോ? ആ കേബിള് ഫുള്ള് നീളെടുത്തു. പ്രയാസമുള്ളവർക്ക് അതുപോലെ വെച്ചാണ് സന്ധ്യാപ്രാർത്ഥനയും അതുപോലെ തന്നെ നോമ്പ് പ്രാർത്ഥനയും നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നവരെല്ലാവരും ഈ കബറിന്റെ മുന്നിലുള്ള സ്ഥലത്ത് ഈ പ്രാർത്ഥനയെ ഒത്തുചേരുവാനായിട്ട് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ആയിരിക്കണമെന്ന് ഓർമ്മിക്കുന്നു. പുണ്യ പദയാത്രയിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിച്ച് ഏറെ അനുഗ്രഹദായകമായി ഈ പദയാത്ര പൂർത്തിയാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയതിന് നന്ദി അർപ്പിക്കാം. അഭിമന്യ യാക്കോബ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പദയാത്രയിൽ പങ്കുചേർന്ന എല്ലാവരെയും കത്തീഡ്രൽ ദേവാലയത്തിലേക്കും കബറിടത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. പദയാത്രയിൽ പങ്കുചേർന്നവർക്ക് നടക്കുവാൻ പ്രയാസമുള്ളവരോ അല്ലെങ്കിൽ നിൽക്കുവാൻ പ്രയാസമുള്ളവർക്ക് ആരാധന ചാപ്പലിൽ കയറി ഇരുന്ന് ഇതിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. സാധിക്കുന്നവര് ഒക്കെ ആരാധന ചാപ്പലിനകത്ത് നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് വിശ്രമിക്കാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം, ഈ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരാം. അഭിമന്യ പിതാവിന്റെ കബറിടത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതെ
അകത്ത് തുടങ്ങുമ്പോ അവിടെ വരെ മതി, ഇവിടം വരെ ആ വണ്ടിക്ക് അകത്തോട്ട് അകത്ത് ആ ബെർത്തെ വെക്കാൻ പറഞ്ഞാൽ മതി. ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാവിലെ അഭിനന്ദിയ പുണ്യപിതാവ് യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ വളശ്ശയിലുള്ള ജന്മഗൃഹത്തിൽ നിന്ന് ആരംഭിച്ച ഛായാചിത്ര പ്രയാണം അത് വാഗ്ദാനം സെന്റ് തോമസ് ദേവാലയത്തിലെത്തി തിരുവല്ലാധിപതിരാസനാധ്യക്ഷൻ അഭിനന്ദിയ തോമസ് മാർ കൂറിലോസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് നേർച്ച ഭക്ഷണത്തിന് ശേഷം വാഗ്ദാനത്തു നിന്ന് ആരംഭിച്ച പദയാത്ര കത്തീഡ്രൽ അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ അനുഗ്രഹകരമായ ഒരു ദിവസം, പ്രത്യേകിച്ചും കാലാവസ്ഥ വളരെ പ്രതികൂലമാകുമെന്ന് നിശ്ചയിച്ചിരുന്ന ഒരു ദിവസം നമുക്ക് വളരെ അനുഗ്രഹകരമായി ഈ ദിവസം മഴയൊന്നുമില്ലാതെ എല്ലാവർക്കും സൗകര്യപ്രദമായി ഈ പദയാത്രയിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരുവാനായിട്ട് ഇടയായി എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശദമായ നന്ദി പിന്നീട് അറിയിക്കുന്നതാണെങ്കിൽ പോലും തിരുവല്ലാധിപതിരാസനത്തിന്റെ പേരിൽ എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അഭിനപിതാവിന് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം അഭിനപിതാവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോട്ടയത്ത് വളരെ വിപുലമായ ഒരു ആലോചന മീറ്റിംഗ് എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകളെ സംഘടിപ്പിച്ച് നടത്തി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഛായാചിത്ര പ്രയാണവും പദയാത്രയുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഓരോ വർഷവും ഈ പദയാത്ര പ്രത്യേകിച്ച് പുണ്യപിതാവിന്റെ കബറിങ്കിലേക്ക് വളരെ വൈകാരികമായ ചിന്തകളോടുകൂടി നമ്മുടെ ഈ അധിപതിരാസനത്തെ അതിന്റെ ഇല്ലായ്മയിൽ പ്രതിസന്ധികളിൽ വളർത്തിയെടുത്ത അഭിനന്ദിയ പുണ്യപിതാവ് യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ കബറിടം നമുക്ക് എല്ലാവർക്കും ഏറെ ആശ്വാസവും അഭിമാനവും പകരുന്നതാണ്. നമുക്കറിയാം, 1930 കത്തോലിക്ക സഭയിലേക്ക് ധന്യന്മാർ ഇവാലിയോസ് പിതാവിനോടൊപ്പം ചേർന്ന് നിന്ന് ബന്ധിക്കപ്പെട്ട് നമ്മുടെ തിരുവല്ല ഭദ്രാസനത്തിൽ തുടക്കം കുറിച്ച് ഇന്ന് 95 വർഷങ്ങൾ കഴിഞ്ഞു നിൽക്കുമ്പോൾ ഈ അധിപതിരാസനം ഏറെ അനുഗ്രഹകരമായി വളർന്നു എന്നുള്ളത് പുണ്യപിതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥവും പുണ്യപിതാവിന്റെ പ്രത്യേകമായ അനുഗ്രഹവുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ പദയാത്രയ്ക്ക് മുഖ്യ നേതൃത്വം നൽകുന്നത് കോട്ടയം മേഖലയാണ്. കോട്ടയം മേഖലയുടെ മേഖലാധികാരി ബഹുമാനപ്പെട്ട പള്ളിക്കലച്ചന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാ വൈദികരുടെയും എല്ലാ അപ്പസ്തോലികരുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും MCA, MCYM, MCMF മുതലായ സംഘടനകളുടെ വലിയ നേതൃത്വം ഈ നാളുകളിലെല്ലാം ഈ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും MCYM-ന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പരിപാടികളെ എല്ലാം നടത്തി. നമുക്കറിയാം, തിരുവല്ലാധിപതിരാസനത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ചെറിയാൻ കുരിശുമൂട്ടിലച്ചന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം വലിയ മുന്നൊരുക്കം നടത്തിയാണ് ഈ പദയാത്ര ഏറ്റവും അനുഗ്രഹകരമാക്കി വിജയകരമാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഏറെ അനുഗ്രഹകരമായി തീരുന്നത് ഒരു വലിയ സംഘത്തിന്റെ വലിയ മുന്നൊരുക്കത്തിന്റെ പരിണിത ഫലമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. വിശദമായ നന്ദി പിന്നീട് അറിയിക്കുന്നതാണ്. തിരുവല്ല അധിപതിരാസനത്തിന് പ്രത്യേകിച്ച് അഭിനന്ദിയ പിതാവിന്റെയും തിരുവല്ല അധിപതിരാസനത്തിന്റെയും പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരമായി വന്ദനം ചെയ്യ
ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കോ വന്നു ചേരുവതില്ല. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതില്ല. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾക്കരുള. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുകൾക്കരുളാൻ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ. പാത്രതയിലുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമോ. യേശു പരാ നിനക്കെന്നും വന്ദനമേശു പരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിൽ ആദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിൽ ആദരവായി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കേൾക്കുന്നത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന ആവശ്യമായി നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദർശനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടതകളെ രക്ഷപ്പെടണമേ. ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളോടുകൂടെ
കഴിയുന്ന ഈ അവസരത്തിൽ നിന്റെ വത്സലരായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഈ പുരോഹിതന്മാരുടെ കൂട്ടായ്മയും സന്യസ്തരുടെ അനുഭവവും കർത്താവേ നീ സന്തോഷപൂർണ്ണമാക്കണമേ. ഈ പദയാത്രയിൽ സംബന്ധിച്ച നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ പുരുഷന്മാരുമായിരുന്ന മീൻപിടുത്തക്കാർ നിന്നോട് ചേർന്ന് നിന്റെ ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾ പോലും അവരെ ജയിക്കുവാൻ കഴിയാത്ത വിധം ജ്ഞാനികളും സമർത്ഥന്മാരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോമ്പാലും പ്രാർത്ഥനകളാലും സകല സൽപ്രവൃത്തികളാലും നിന്നോട് ചേർന്ന് നിനക്കുള്ളവരായിരിക്കുവാനും നിന്റെ തിരുവിഷ്ടം ചെയ്ത് ജീവിക്കുവാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുവാനായി. കർത്താവേ, നിന്നോടുള്ള സ്നേഹത്താൽ മാർ പത്രോസ്ലിഹാത്തരകിയായുള്ളത്തിനും മാർ പൗലോസ്ലിഹാവാളിന്റെ മൂർച്ചയും നിന്റെ തിരുനാമത്തെ പ്രതി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾ നിന്നെ സത്യമായി സ്നേഹിച്ച് നിന്റെ തിരുനാമത്തെ പ്രതി പീഡകളും ഞെരുക്കങ്ങളും സഹിക്കുവാനും യാതൊരുവിധ ഉപദ്രവങ്ങളോ മരണമോ നിന്നിൽ നിന്ന് ഞങ്ങളെ വേർപ്പെടുത്താതിരിക്കുവാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായകമായിരിക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, വിശുദ്ധ സ്നേഹിതന്മാരുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ ഞങ്ങൾ ലോകത്തെയും അതിന്റെ മോഹങ്ങളെയും ജയിച്ച് പരമാനന്ദകരമായ പരലോകത്തിലെ നിത്യജീവനെ ആഗ്രഹിക്കുവാനും അതിന് അവകാശികളായി ഭവിക്കുവാനും യോഗ്യനായി തീരണമേ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെ അഗ്നിനരകത്തിൽ ഇടുവാൻ കഴിയുന്നവരെ ഭയപ്പെടുവാനും ശരീരത്തെക്കാൾ ആത്മാവിന് വെടിപ്പും വിശുദ്ധിയും വിലമതിച്ച് ക്രിസ്തീയമായി ജീവിക്കുവാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുവാനാകട്ടെ. ആചാര്യന്മാരെ അലങ്കരിക്കുന്നതിനും പ്രധാനാചാര്യന്മാരെ പരിപൂർണരാക്കുന്നവരുമായ ഞങ്ങളുടെ കർത്താവേ, മൺമേരായ ആചാര്യന്മാരെ തനിക്കായി തിരഞ്ഞെടുക്കുകയും ആവശ്യക്കാർക്ക് തന്റെ സംഘത്തെ വിളിച്ചു കൊടുക്കുവാൻ സ്വന്തം ഭണ്ഡാരത്തിന്മേൽ അവരെ അധികാരപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നിന്റെ വത്സലദാസനും ഞങ്ങളുടെ ശ്രേഷ്ഠപിതാവുമായ യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ അനുഗ്രഹീതമായി ഓർമ്മ നടത്തുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും വഴിയങ്ങളുടെ ആയുസിന്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. യഥാർത്ഥ പ്രധാനാചാര്യനും ആചാര്യന്മാരെ ശുദ്ധീകരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ, നിന്റെ വിശ്വസ്ത ജനത്തിന് ബഹുമാന്യമായ ശ്രേഷ്ഠാചാര്യത്വം നീ ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ വിശുദ്ധ സഭയുടെ മധ്യസ്ഥന്മാരും ഭവനക്കാരും അതിന് പ്രകാശം നൽകുന്നവരുമായിട്ട് നിന്റെ മഹാവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് അവരെ നീ അർഹരാക്കി. അവരിലൂടെ നിന്റെ ദാസരുടെ തെറ്റുകുറ്റങ്ങൾ നീ പരിഹരിച്ചു. സ്വർഗീയവും അലൗകികവുമായ ദാനങ്ങൾ അവർക്ക് നീ നൽകി. ശ്രേഷ്ഠാചാര്യത്വത്തിൽ അധിഷ്ഠിതമായ നിന്റെ അജഗണത്തിൽ നിന്ന് പലവിധ വ്യാധികളും കോപസൂചകമായ ശിക്ഷകളും അവരിലൂടെ കാലാകാലങ്ങളിൽ നീ നിരോധിച്ചു.
പരിശുദ്ധാത്മാവ് മുഖാന്തരം അവരെ നീ എല്ലാ ഐശ്വര്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും പ്രശോഭിതരാക്കി. എങ്കിലും നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് ആദിപിതാവായ ആദാമിന് നീ നിശ്ചയിച്ച വിധി തീർപ്പ് ഇവർക്കും ബാധകമാക്കുവാൻ നിന്റെ വിശുദ്ധമാരാകുമാർക്ക് നീ ആജ്ഞ നൽകി. അങ്ങനെ ശബ്ദസുന്ദരമായിരുന്ന ബന്ധുതമായും മധുരഗാനം ഒഴുക്കിയിരുന്ന കുഴൽ മൗനമായും തീർന്നു. എങ്കിലും കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, നിന്റെ അടുക്കിലേക്ക് നീ സ്വീകരിച്ച ഈ ശ്രേഷ്ഠാചാര്യനെ അനശ്വര മഹിമയ്ക്ക് അർഹനാക്കണമേ. അതുല്യമായ അലങ്കാരങ്ങളാൽ ഈ ശ്രേഷ്ഠാചാര്യൻ പ്രശോഭിതനാവുകയും മാലാഖമാർക്കും പുരോഹിതന്മാർക്കും ശ്രേഷ്ഠാചാര്യന്മാർക്കും യോജിച്ച രമ്യകർമ്മങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുമാറാകണമേ. ഈ ശ്രേഷ്ഠാചാര്യന്റെ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി നിന്റെ വിശുദ്ധന്മാരോടുകൂടെയുള്ള പരമാനന്ദം നൽകണമേ. തിരുസന്നിധിയിൽ അർപ്പിച്ചിട്ടുള്ള ബലികൾ മൂലം ഈ ശ്രേഷ്ഠാചാര്യൻ ധന്യനായി തീരണമേ. യഥാർത്ഥ പ്രധാനാചാര്യനായ മിശിഹാതമ്പുരാനേ, ഈ ശ്രേഷ്ഠാചാര്യൻ പ്രാപിച്ച താലന്തുകൾ പലിശയോടുകൂടെ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും സമൂഹത്തിന് മധ്യസ്ഥനായി തീരണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വായിക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. കർത്താവേ, കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പറുതിയച്ചരുളണമേ. നിൻ അറയിൽ അലിവും അനുഗ്രഹവും അക്രമമുണർവിൽ ചെയ്യാതെ കാക്കണമേ നാഥ. കൃപയാൽ നിദ്രേ ഞാൻ പാപം ചെയ്യൽ നിൻ കൃപമോചനമരുളണമേ. സ്വച്ഛന്തമുറങ്ങുന്നേരം ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായി വാനിരാവിൽ കാക്കണമെന്നേ. ആശ്വാസത്തോടുറങ്ങുമെനിക്കാവുക നിന്റെ കങ്കാവൽ. ഈ നിൻ സദൃശമതാം സൃഷ്ടി ഏകണമേ നീ സ്വാതന്ത്ര്യം. തുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി. ആകണമേ നൽ ധൂപം പോൽ എന്റെ ഉറക്കം തിരുമുൻപിൽ. പ്രാർത്ഥനയാലും
നിന്നിൽ നിവർത്തിക്കാൻ നിൻ കുരിശിൻ നീർ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നൻപ നിന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ നിന്നെ സർവേണ്ടതിനെ ഞാൻ നിവർത്തിക്കാൻ കർത്താവേ. നീതിയെന്നൊരു യാവുമേ കേൾക്കണമേ. നിന്റെ ഭാഗത്തായും നിങ്കിലേക്ക് അടുക്കയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം നീ കാണും. ദോഷം നിന്നോട് അടുക്കയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. നിന്റെ കാലിൽ നിനക്ക് ദർശയുണ്ടാകാതിരിക്കാനായി അവർക്ക് നല്ല വിധങ്ങളിൽ നിന്നെ വഹിക്കും. അന്വേഷിച്ചുകൊണ്ട് ഞാനവനെ രക്ഷിക്കും. അവന്റെ നാമോർജിതമുണ്ട്. ഞാനവനെ ബലപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി. എന്റെ രക്ഷയവനെ ഞാൻ കാണിക്കും. എന്റെ സഹായം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുന്നില്ല, ഉറങ്ങുന്നുമില്ല. പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഗമനത്തെ ആഗമനത്തെയും ഇരുപതിലേക്കും കാത്തുകൊള്ളും. നിന്റെ കരുണയും ചിറകളുടെ നിഴലിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായി മിശിഹാ സമാധാനപൂർണമായ സന്ധ്യയും പിന്നെയുള്ള രാജ്യങ്ങൾക്ക് തരേണ്ടമേ. നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടകളും പാപങ്ങളും നീ പരിഹരിച്ച് നിന്റെ കരുണയങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ ശ്രീപാദുഷിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ നൽകണമേ. സ്ഥാനത്ത് നീക്കം വാഴ്ത്തപ്പെട്ടതാകുന്നു. സിദ്ധിമുക്തമുള്ള ത്രിത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീക്കും വിശുദ്ധിമുക്തമുള്ളവരുമാകുന്നു. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ മറിയമേ നിനക്ക് സമാധാനം.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്, ആത്മീയമാകുന്ന ഈ പദയാത്രയിലും ഈ പ്രാർത്ഥനയിലും സംബന്ധിച്ച് നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സാധ്യമാക്കി തരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി തന്റെ സ്നേഹിതർക്കുള്ള സമ്മാനം നിങ്ങൾക്ക് നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിയോഗങ്ങളെ സാധ്യമാക്കി തരട്ടെ. നിങ്ങളുടെ വേദനകളെ കർത്താവ് മാറ്റട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ. നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു ആയവരെയെല്ലാം കർത്താവ് സമൃദ്ധമായ തന്റെ കൃപയിൽ ആശീർവദിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ ജലവിഭവങ്ങളെയും മൃഗസമ്പത്തിനെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ലോകത്തിൽ ജീവിച്ച് അനുഗ്രഹത്തോടുകൂടി കർത്താവിന്റെ അടുക്കൽ വന്നു ചേരുവാൻ അവിടുന്ന് നിങ്ങളെയും വേഴകളായി ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമാതാവിന്റെയും നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും ഇന്ന് നമ്മൾ ആരുടെ ഓർമ്മയാചരിച്ചോ ആ പുണ്യപിതാവായ മാർ തെയോഫിലോസ് പിതാവിന്റെയും പ്രാർത്ഥനകളാൽ തന്നെ. ദയവായി എല്ലാവരും എന്റെ പിതാവ് സൂചിപ്പിച്ച പോലെ ഇപ്പൊ നേരം നിന്നിട്ട് പോകാവൂ. കൃതജ്ഞത പറയുന്ന അവസരത്തിൽ അതുകൂടെ കേട്ടിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും കഞ്ഞി ഇവിടെ കരുതിയിട്ടുണ്ട്, നേർച്ചക്കഞ്ഞി. അത് നോൺ എച്ച് ഹോളിലാണ്. നിങ്ങൾ അല്പം സവാസിലെ അവിടേക്ക് പോകാവൂ നിർത്തി ഓർപ്പിക്കുന്നു. പുണ്യപിതാവിന്റെ ഓർമ്മ പെരുന്നാൾ നമ്മൾ 26, 27 ദിവസങ്ങളിലാണ് അതിന്റെ കൃത്യ തീയതിയിൽ നടത്തുന്നത്. 26-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കത്തീഡ്രൽ ദേവാലയത്തിൽ സന്ധ്യാപ്രാർത്ഥനയും 27-ാം തീയതി രാവിലെ 6:15 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ കുർബാനയും നടക്കുന്നതാണ്. അതിലും എല്ലാവരും വന്ന് സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ തിരുവല്ല ആദിപുത്രാസനത്തിന്റെ യുവന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുരേഖ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ പിതാവേ, വികാരി ജനറൽ അച്ഛ, ബദനി സന്യാസി സമൂഹത്തിന്റെ ജനറൽ സുപ്പീരിയർ ജനറൽ അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മദേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികരെ, വിശ്വാസ സമൂഹമേ, നമുക്കറിയാവുന്ന പോലെ യാക്കോബ് മാർ തെയോഫിലോസ് പിതാവിന്റെ 69-ാം ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഛായാചിത്ര പ്രയാണത്തിലും പദയാത്രയിലും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഈ ഛായാചിത്ര പ്രയാണത്തിന് ക്രമീകരണം നൽകിയവരും പദയാത്ര ക്രമീകരണം നൽകിയവരും പങ്കെടുത്തവർക്കുമായിട്ടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അതിപുത്രാസനത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. ആദ്യമേ തന്നെ ഈ ക്രമീകരണങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് സ്ലൈഹിക ആശീർവാദം തന്ന ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ അതിപുത്രാസനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്തയോടുള്ള നന്ദി ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പദയാത്രയുടെ എല്ലാ ക്രമീകരണങ്ങൾ ആദ്യം മുതൽ ഇന്ന് വരെ എല്ലാ ക്രമീകരണവും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് ഞങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ നയിച്ച തിരുവല്ല അതിപുത്രാസനത്തിന് മുഖ്യ വികാരി ജനറൽ മോശന്യൂർ ഐസിക് പ്രഭുലേച്ചനോടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല നേതൃത്വം നൽകി ഉപദേശങ്ങൾ നൽകി നയിക്കുന്ന മോശന്യൂർ വർഗീസ് മരുദൂർ അച്ഛനോടും അച്ഛന്റെ നേതൃത്വത്തിൽ കുമളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന തിരുവല്ല അതിപുത്രാസനത്തിന്റെ MCYM അസിസ്റ്റന്റ് ഡയറക്ടർ മാത്യു മുളവിൽ അച്ഛനോടൊപ്പമുള്ള യുവജന മേഖലാ ഭാരവാഹികളോടുമുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രമീകരണങ്ങൾ കോട്ടയം മേഖലയിൽ നിന്ന് ആരംഭിച്ച് തിരുവല്ല വരെയുള്ള ക്രമീകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച് ഞങ്ങളെ നിർദ്ദേശിച്ച് ഞങ്ങളുടെ കൂടെ ആയിരുന്നത് കോട്ടയം മേഖലയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പള്ളിക്കൽ അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കോട്ടയം മേഖലയിൽ നിന്നുള്ള വിവിധ ക്രമീകരണങ്ങൾക്ക് നമ്മളോടൊപ്പം കോട്ടയം മേഖലയുടെ വിവിധ ഭക്ത സംഘടനകളുടെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെയും വൈദിക ഉപദേഷ്ടാവിന്റെയും ഡയറക്ടർമാരുടെ നേതൃത്വത്തിലുള്ള
നല്ലൊരു നില ആളുകൾ ഇതിന്റെ പുറകിൽ പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്ക് നേതൃത്വം നൽകിയ എല്ലാ ഭക്തസംഘടനാ പ്രസിഡന്റ്മാരോടും അവർക്ക് നല്ല നിർദ്ദേശം നൽകി കൂടെ ആയിരിക്കുന്ന എല്ലാ ഭക്തസംഘടനാ ഡയറക്ടർമാരോടും വൈദിക ഉപദേഷ്ടാരോടുമുള്ള നന്ദി ഒരു അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ കോട്ടയം മേഖലയിൽ ഈ ചായചിത്ര പ്രയാണത്തിനും പദയാത്രയ്ക്ക് MCYM നേതൃത്വം നൽകി ശക്തമായ രീതിയിൽ അതിന്റെ ക്രമീകരണങ്ങൾ നടത്തിയത് റോബിൻ ബേബി വർക്കിയുടെ നേതൃത്വത്തിലുള്ള കോട്ടയം മേഖലാ സമിതി യുവജന സുഹൃത്തുക്കളുമാണ്. റോബിൻ ബേബി വർക്കിയോടും അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാ യുവജന സുഹൃത്തുക്കളോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ അവരെ നയിക്കുന്ന കോട്ടയം മേഖലയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം വലിയകുളത്തിനങ്ങൾ അച്ഛനെയും മറ്റു വൈദികരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്രമീകരണങ്ങൾ MCAയുടെ സജീവ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വാഗ്ദാനം ഇടവകയിൽ കടന്നു വന്നപ്പോൾ അവിടുത്തെ ഉച്ചഭക്ഷണം, കുർബാന, മറ്റെല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾക്ക് ഏറ്റവും ഔദാര്യപൂർവ്വം ക്രമീകരിച്ചു തന്നത് കോട്ടയം മേഖല MCAയുടെ വൈദിക ഉപദേഷ്ടാവും വാഗ്ദാനം ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന രഞ്ജിത്ത് ആലുങ്കൽ അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി ഒരവസരത്തിൽ ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ കളത്തിപ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ വൈദികരോടും ഡേവിഡ് ചരുവിളയിൽ OSC അച്ഛന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഇടവാംഗങ്ങളോടും സമിതി അംഗങ്ങളോടുള്ള നന്ദി ഒരവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്രമീകരണങ്ങളെല്ലാം ആരംഭിച്ചത് പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടത്തെ കോട്ടയം മേഖല MCAയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയും ഇന്നത്തെ ഛായാചിത്ര പ്രയാണവും എല്ലാം നടത്തപ്പെട്ടത് മുളശ്ശേരിയിലെ പിതാവിന്റെ ജന്മഗൃഹത്തിൽ വെച്ചാണ്. ഈ ക്രമീകരണങ്ങൾക്കെല്ലാം ഞങ്ങളെ സഹായിച്ചത് ഐക്യമണലിൽ ടോമിയും മോളിയാന്റിയുമാണ്. അവരോട് കുടുംബത്തിനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ പദയാത്ര കടന്നു ചെന്ന് പിതാവിന്റെ അരമന ഭവനമായ ആഫ്രിക്കൻ കോട്ടേജ് എന്നറിയപ്പെടുന്ന ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ഷെർലി ആന്റിയും കുടുംബം ഏറെ ഔദാര്യപൂർവ്വം സ്വീകരണം നൽകി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ ഏറെ സ്നേഹത്തോടെ ആ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു. കുടുംബത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഒരു സ്ഥലത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കടന്നുപോയ വഴികളിൽ പള്ളിയിലും അതുപോലെ സ്കൂളിലും കടന്നു ചെന്ന് അവിടെ സ്വീകരണം നൽകിയ സ്കൂളിന്റെ മാനേജർ അച്ഛനോടും പുതുപ്പള്ളി ഇടവകയുടെ വികാരിയായിരിക്കുന്ന സ്കറിയ വട്ടക്കാട്ടുകാലയിൽ അച്ഛനോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ആയിരിക്കുന്ന മുൻ നേതാക്കന്മാരെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് MCA തിരുവല്ല ആദിഭദ്രാസനത്തിന്റെ ജനറൽ സെക്രട്ടറിയും കോട്ടയം മേഖലയുടെ അംഗവും മുണ്ടിയാക്കൽ ഇടവകയായിരിക്കുന്ന ശ്രീ ജസ്റ്റിൻ ജോൺ ഇതിന്റെ വിവിധ ക്രമീകരണങ്ങൾ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പദയാത്രയുടെ ക്രമീകരണങ്ങളിൽ മുൻ നേതാക്കളായിട്ടുള്ള എജി പറപ്പാട്, അജി കുതിരവട്ടം, സുരേഷ് മുണ്ടിയാക്കൽ, ജിനു തൂമ്പുകുഴി, മറ്റ് നിരവധി MCA MCYM നേതാക്കൾ ഇതിനു വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചിരുന്നു. അവരോടുള്ള നന്ദി സ്നേഹം ഏറെ ഔദാര്യപൂർവ്വം പ്രസ്ഥാനത്തിന് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പദയാത്രയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ സഭാതല സമിതിയിൽ നിന്ന് നിരവധി നേതാക്കൾ നമ്മുടെ ഇടയിൽ കടന്നു വന്നിരുന്നു. പ്രത്യേകമായിട്ട് MCA സഭാതല പ്രസിഡന്റ് ബൈജു സാറിനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ വൈദിക ഉപദേഷ്ടാവായിരിക്കുന്ന വൈദിക ഉപദേഷ്ടാവായിരിക്കുന്ന മാത്യൂസ് കുരുവിള അച്ഛനോടും വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശിവു ചുങ്കത്തിൽ സാറിനോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ MCYM സഭാതലം പ്രസിഡന്റ് മോനു ജോസഫ് തിരുവല്ലാതി ഭദ്രാസനം അംഗമുടായ അദ്ദേഹത്തിനോടുമുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഈ ഒരു ക്രമീകരണങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർഡിയോ, പുഷ്പഗിരി, മെഡിസിറ്റി എന്നിവരോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള വാഹന ക്രമീകരണങ്ങളെല്ലാം ഔദാര്യപൂർവ്വം ക്രമീകരിച്ചു നൽകിയത് JJ ഹോളിഡേസ് മുണ്ടിയാക്കൽ, ഗിരിദീപം സ്കൂൾ, മരിയ ഭവൻ സ്കൂൾ, വിപുലാംബിക സ്കൂൾ, മൗണ്ട് മേരി സ്കൂൾ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവരോടുള്ള സ്നേഹം നന്ദിയും ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ നമ്മൾ കടന്നു ചെന്ന വിവിധ ഇടങ്ങളിൽ നമുക്ക് ലഘുഭക്ഷണം ക്രമീകരിച്ച് നമ്മളെ ചേർത്ത് നിർത്തിയ വെണ്ണിക്കുളം മേഖല, പായിപ്പാട് ഇടവക, MCA തിരുവല്ല മേഖല എന്നിവരോടുള്ള നന്ദി സ്നേഹവും ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ സുരേഷ് മുണ്ടിയാക്കൽ നമ്മളോട് കടന്നു വരുന്ന പദയാത്രയിലായിരിക്കുന്ന ഏവർക്കും ലഘുഭക്ഷണം തന്ന് നമ്മളെ സഹായിച്ചിരുന്നു. കടംകുളത്ത് ജോണച്ചനോടും അതുപോലെ പുഷ്പഗിരി ആംബുലൻസ് സർവീസ് നൽകിയ പുഷ്പഗിരിയോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ ജാഗരണ പ്രാർത്ഥന നമ്മുടെ കവർ ചാപ്പലിൽ വെച്ച് നടത്തപ്പെട്ടു. അതിനുള്ള ക്രമീകരണവും ഇന്നത്തെ ക്രമീകരിച്ച്
മാത്യു പുനകുള അച്ഛനോടും അസിസ്റ്റന്റ് വികാരി സാജൻ പിടിയക്കൽ അച്ഛനോടും അതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങൾ കൂടെ ആയിരിക്കുന്ന കപ്പിയാർ ബാബുക്കുട്ടിച്ചാനോടും ഈ ഇടവകയുടെ സമിതി അംഗങ്ങളോടും യുവജന പ്രസ്ഥാനത്തിനെ നയിക്കുന്ന ലിഡിയയോടും മറ്റെല്ലാ ഭാരവാഹികളോടും ഇടവകങ്ങളോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തു തന്ന രാം ആർട്സ് പാമ്പാടി രഥം നമുക്ക് വേണ്ടി ക്രമീകരിച്ചു. സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച കസീനോ കേറ്ററേഴ്സ് വാഗത്താനം, പ്രിയ മീനടം എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്ന് വൈകിട്ടത്തെ നേർച്ച ഭക്ഷണം നമുക്ക് നൽകിയിരിക്കുന്നത് ആലന്തുരുത്തി ഇടവകയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോജി വെടലിനാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതിന്റെ കേറ്ററിംഗ് നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിനു തൂമുകുഴിയാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മളെ സഹായിച്ച കേരള ട്രാഫിക് പോലീസിനോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ അവസരത്തിൽ ഈ ഒരു പദയാത്ര ഏറ്റവും മനോഹരമായ അനുഗ്രഹപ്രദമായി പൂർത്തിയാക്കുവാൻ സഹായിച്ച ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമയാചിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുഗ്രഹങ്ങളും നന്മയും ഞാൻ നേരുകയാണ്. വളരെയേറെ അനുഗ്രഹപ്രദമായിരുന്നു. പ്രത്യേകിച്ചും വാഗത്താനം മുതൽ ഇങ്ങുവരെയും മെഡിസിറ്റിയിൽ നിന്ന് ധാരാളം ആളുകൾ നമ്മുടെ വികാരിയച്ഛന്മാരുടെ നേതൃത്വത്തിൽ കടന്നു വന്ന് അത് വലിയൊരു സംഭവമായിട്ട് തന്നെ നിങ്ങളതിനെ മാറ്റി. എനിക്കതിൽ വലിയ സന്തോഷവും നന്ദിയും ഞാൻ കരയറ്റുകയാണ്. നമുക്ക് തുടർന്നുള്ള വർഷങ്ങളിലും ഏറ്റവും അനുഗ്രഹകരമായി നമ്മുടെ ഈ വത്സല പിതാവിൻ്റെ ഓർമ്മ അത് നമുക്ക് ഒരു വലിയ ഒരു സംഭവമായി വലിയൊരു അനുഗ്രഹമായി എല്ലാവർക്കും ബോധ്യമാകത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ സിറിയക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം നല്ല നേതൃത്വം നൽകി അദ്ദേഹം എല്ലാവർക്കും നന്ദി പറഞ്ഞു. സിറിയക്കിനോടുള്ള അച്ഛൻ്റെ ഡയറക്ടർ പറഞ്ഞായിരുന്നു, നമ്മുടെ വികാരിച്ചൻ പറഞ്ഞായിരുന്നു, ശിവശിയായിക്ക് കർത്താവെ നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യാനും ദയാപൂർവ്വം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ആഹാര സാധനങ്ങളെ നിന്റെ കരുണയും പുരോഗണത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ ശരിയായി പോയി നല്ല ചൂട് കഞ്ഞി കഴിച്ചാട്ടെ. പ്രിയമുള്ളവരെ, കോട്ടയം മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും തിരിച്ചു പോകുന്നതിനുള്ള വാഹന